പ്രേമലു എന്ന പാൻ ഇന്ത്യൻ സെൻസേഷന് ശേഷം പടം എവിടെയെന്ന ചോദ്യത്തിനുള്ള മറുപടിയായി ആ 24-കാരിക്ക് പറയാൻ ഒരൊറ്റ മലയാള സിനിമ പോലും കയ്യിലുണ്ടായിരുന്നില്ല. മഞ്ഞുമ്മൽ മലയാളത്തിന് സീൻ മാറ്റിയ പോലെ പ്രേമലുവിലൂടെ ആ നായികയുടെ സീനും ലീഗും മാറി. സോനാരിയും റീനുവും അതിർത്തികൾ താണ്ടി പേരെടുത്തു പുകഴെടുത്തു. മാസങ്ങളുടെ ഇടവേളകളിൽ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ എത്തി. അതും സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെ കൂടെ. വിജയ്, സൂര്യ, ധനുഷ്, പ്രദീപ് രംഗനാഥൻ പടങ്ങൾ. എല്ലാത്തിലും നായിക ഒരേയൊരു മമിത. പ്രേമലു കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് വിഷ്ണു വിശാൽ നായകനാകുന്ന ഇരണ്ടുവാനത്തിലാണ്. മലയാളത്തിൽ നിന്നും തമിഴിലേക്കുള്ള ട്രാൻസിഷൻ അത്ര എളുപ്പമായിരുന്നില്ല. ലാംഗ്വേജ് ബാരിയറും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിലും ഡീസൻ്റായി ആ സിനിമ ചെയ്യാനായെന്ന് ഈയിടെ ഒരു അഭിമുഖത്തിൽ മമിത പറഞ്ഞു. പ്രേമലുവിന് പിന്നാലെ റിലീസായത് റെബലാണ്, തമിഴിലെ ഡെബ്യൂ ചിത്രം. നായകൻ GV പ്രകാശ് കുമാർ. എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച റിസപ്ഷൻ കിട്ടാതെ പോയി. പിന്നാലെ കഴിഞ്ഞ വർഷം ഡ്യൂഡ് എത്തി. 100 കോടി കടന്ന ചിത്രത്തിൽ മമിതയുടെ പ്രകടനം സൗത്ത് ഇന്ത്യയിലെ ഫാൻ ബേസിനെ ഇരട്ടിയാക്കി. കുരലായി ഗംഭീര പെർഫോമൻസിലൂടെ ഡെബ്യൂ ചിത്രത്തിന് കിട്ടാതെ പോയ സ്വീകാര്യത നേടിയെടുത്തു. പ്രദീപ് രംഗനാഥനൊപ്പമുള്ള ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങാനിരുന്നതാകട്ടെ സാക്ഷാൽ വിജയ് പടം. വിജയ് സിനിമ കണ്ടു വളർന്ന, സിനിമ സ്വപ്നം കണ്ടു നടന്ന മമിത. വിജയ് സിനിമാഭിനയം നിർത്തുന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ ഇനി ഒരിക്കലും കൂടെ അഭിനയിക്കാനാവില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ആഗ്രഹിച്ച അവസരം മമിതയെ തേടിയെത്തി. അതും വിജയുടെ അവസാന സിനിമയിൽ ഒരു ത്രൂ ഔട്ട് റോൾ. ജനനായകനിൽ വിജയ്ക്കൊപ്പം നിൽക്കുന്ന റോളിലാണ് മമിതയുടെ വരവ്. പുറത്തിറങ്ങിയ ട്രെയിലറിലും ദളപതി കച്ചേരി സോങ്ങിലുമെല്ലാം മികച്ച പെർഫോമൻസുമായി മമിതയെ കാണാം. ആ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാകും കഥ മുന്നോട്ട് പോവുകയെന്ന സൂചനയുമുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിൽ ആക്ഷൻ രംഗങ്ങളിലും മമിതയെ കാണാനായേക്കുമെന്ന് ചിത്രത്തിന്റെ BTS ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. സെൻസർ നടപടികളിൽ കുടുങ്ങി ജനനായകൻ പുറത്തിറങ്ങാതായത് ബിഗ് സ്ക്രീനിൽ കാണാനുള്ള കാത്തിരിപ്പ് നീട്ടുകയാണ്. അതിനിടെ ചിത്രത്തിന്റെ പതിപ്പ് ഓൺലൈനിൽ ലീക്ക് ആവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ സിനിമ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ കറ ഈ വർഷത്തെ മമിതയുടെ ആദ്യ റിലീസായി. ധനുഷിന്റെ നായികയായി മമിത എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. കഥാപാത്രം ഒരുപാട് ഇഷ്ടമായി. സ്വന്തമായി ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. പക്ഷേ ഡയറക്ടറിന് എന്താണോ വേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. അതിനാൽ ഓഡിഷൻ ചെയ്താണ് സിനിമയിലേക്ക് എത്തിയത്. സെല്ലി ഒരു റൂറൽ ക്യാരക്ടറാണ്. വളരെ ചെറുതാണെങ്കിലും ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ മമിതയെ ചിത്രത്തിൽ കാണാനാകും. ഇമ്പാക്ട്ഫുൾ റോളാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഏപ്രിൽ 30-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ജൂലൈയിലാണ് സൂര്യ ചിത്രം എത്തുന്നത്. വിശ്വനാഥ് ആൻഡ് സൺസ്. 20-കാരിയും 40-കാരനും തമ്മിലുള്ള പ്രണയമാണ് ചിത്രത്തിന്റെ പ്ലോട്ട്. ലക്കി ഭാസ്കറിന് ശേഷം വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മമിത ലൈനപ്പിലെ ഒരേയൊരു മലയാള സിനിമ ബത്ലഹേം കുടുംബ യൂണിറ്റാണ്. സംവിധായകനും പ്രൊഡക്ഷൻ ഹൗസും നായകനും എല്ലാം നൽകുന്ന വൻ ഹൈപ്പിൽ മലയാളത്തിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലു 2 ഉപേക്ഷിച്ചെന്ന സൂചനകൾക്കിടെ അതിന് പകരമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് ദിലീഷ് പോത്തൻ പറഞ്ഞു വെക്കുന്നു. ഗിരീഷ് ഷെഡ്ഡി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകൻ നിവിൻ ആണെന്നതും സിനിമയ്ക്കായി കാത്തിരിക്കാൻ കാരണമാണ്. സേഫ് സോണിൽ പവർ ഹൗസ് ആകുന്ന നിവിൻ പോളി മാജിക് ഈ ചിത്രത്തിലും മുതൽക്കൂട്ടായേക്കും. കൂടെ മമിതയും എത്തുമ്പോൾ ആ പ്രതീക്ഷകൾ ഹിറ്റിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സൈഡ് റോളുകളിലെത്തി നായികയായി ഇന്ന് സൗത്ത് ഇന്ത്യ മൊത്തം മമിത നേടിയെടുത്ത ഫാൻ ബേസ് ചില്ലറയല്ല. ടോപ്പ് ടയർ താരങ്ങളോടൊപ്പമുള്ള സിനിമകൾ ആ നായികയുടെ കരിയർ ഗ്രോത്ത് വിളിച്ചോതുന്നു. ഒരു പിടി സിനിമകളുമായി 2026 മമിതയുടെ പെർഫോമൻസിനായി കാത്തിരിക്കുകയാണ്. അവയോരോന്നും ഗംഭീര ഹിറ്റുകളായി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറട്ടെ.